ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ 10th റിസൾട്ടൊക്കെ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞത്. അപ്പോൾ കുറേ മക്കൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ടായിരിക്കും, ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അല്ല ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്കൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത സ്കൂളിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ മക്കൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെറും ട്രയൽ ആണ്. ഓക്കെ, അപ്പോൾ ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ എവിടെയും പോയി ചേരേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെറും ഒരു ട്രയൽ മാത്രമാണ്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളുകളിൽ പോയി ചേരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും ട്രയൽ അലോട്ട്മെൻറ്റും തമ്മിൽ. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ വഴിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, അല്ലെ ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് കൂടെ തന്നെ നമുക്ക് എന്താണ് ഒരു അഡ്മിഷൻ ലെറ്ററും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് ലെറ്ററും നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും സൈറ്റിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂളുകളിൽ അഡ്മിഷൻ ചേരാൻ പോകുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഒരു പ്രിൻറ്റ് എന്തായാലും കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യം വരാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രിൻറ്റ് എന്തായാലും കയ്യിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്കൂളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് താഴെയുള്ള നിങ്ങൾ വെച്ച ഓപ്ഷനുകളിൽ ഒരുപാട് താഴെയുള്ള ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂളല്ല ലഭിച്ചത്, നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് താഴെ കിടക്കുന്ന ഒരു സ്കൂളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസിൽ താഴെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്കൂളാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, അപ്പം മിസ്സേ ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പോയി അഡ്മിഷൻ എടുക്കണോ? വേണം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ വച്ചിട്ടുള്ള ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി ചേരേണ്ടതാണ്, ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മളെ പരിഗണിക്കുന്നതല്ല. സോ അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ വെച്ച ഓപ്ഷൻസിൽ ഏതെങ്കിലും സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് അഡ്മിഷൻ എടുത്ത് ആ സ്കൂളുകളിൽ ജോയിൻ ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിന് നിങ്ങൾ പരിഗണിക്കില്ല. ഓക്കെ, അതോടുകൂടി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞു, നിങ്ങൾ ആ സ്കൂളിൽ ഒരു സ്ഥിരം വിദ്യാർത്ഥിയായി മാറുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം, അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം. അപ്പോൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കും. അപ്പോൾ അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറൊരു സ്കൂളിൽ നിങ്ങളുടെ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസിലുള്ള സ്കൂളിൽ കിട്ടാതിരിക്കാം ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് ലഭിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ സ്കൂളിലെ ഒരു സ്ഥിരം വിദ്യാർത്ഥിയാണ്, പിന്നെ നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. പക്ഷേ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പം നിങ്ങൾ വച്ച ഓപ്ഷൻസിൽ ഒന്നാമത്തെ സ്കൂളാണ് അഡ്മിഷൻ ലഭിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ, നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നേടണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ അടിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ക്യാൻസലായി പോകും. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമില്ല. ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്കൂളിൽ പോയിട്ട് സ്ഥിരമായിട്ട് പ്രവേശനം നേടാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള മറ്റൊരു ഡൗട്ടായിരിക്കും, ഇപ്പോൾ ട്രയൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, അല്ലേ? ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവില്ല. ഇനി ചില മക്കൾക്ക് ചിലപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും എവിടെയും വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സ്കൂളുകളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. ഓക്കെ,
അപ്പോൾ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി പരിഗണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരെ എന്തായാലും സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത താഴെയുള്ളൊരു ഓപ്ഷനാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കും. ഇനി നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതിൻ്റെയൊക്കെ കാൻഡിഡേറ്റ് ലോഗിൻ ഒക്കെ നോക്കി അലോട്ട്മെൻറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളാണെന്നൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 10th കഴിഞ്ഞ് നമ്മൾ +1 എത്തിയിരിക്കുകയാണ്. മിസ് ഒന്നുകൂടി എന്താണ് നമ്മളുടെ +1 ബാച്ചിൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സാം വിന്നർ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ +1 അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് അഗ്നി എന്ന് വാട്സാപ്പ് അയച്ചാൽ മാത്രം മതി, നമ്മുടെ +1 ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.